ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ആവോലി ഫ്രൈഡ് റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇത് ചോറിൻ്റെ കൂടെയായാലും അതുപോലെ തന്നെ വെള്ളപ്പത്തിൻ്റെ കൂടെയായാലും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ. ഇപ്പോൾ ഞാനിവിടെ 1 കിലോ ആവോലി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ തല അതിന്മേൽ തന്നെ വെച്ചിട്ട് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം, ഇല്ലെങ്കിൽ മാറ്റി മുറിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് അത്യാവശ്യത്തിന് എരിവുള്ള മുളക് പൊടിയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ എടുക്കാം. കുരുമുളക് പൊടി കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ ചതച്ചിട്ടെടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1 ടീസ്പൂൺ സുർക്ക ഒഴിച്ചിട്ട് കൊടുക്കാം, അതായത് വിനാഗിരി. അതും കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഇതിലൊന്ന് ഒരു 15 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഫ്രിഡ്ജിലാണ് ഞാനിത് നന്നായിട്ട് ഇതിൻ്റെ എല്ലാം പുരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. വേപ്പില ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് പീസാക്കിയിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അത് പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞിട്ട് പോവും. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ടാണ് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ നല്ലത്. അല്ലെങ്കിൽ 20 മിനിറ്റിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയെടുത്ത് ആ ഒരു തണുപ്പോട് കൂടി തന്നെ നന്നായിട്ടൊന്ന് മൊരിച്ചിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഫ്രൈ പാൻ ചട്ടി എടുക്കാം. അപ്പോൾ പാനൊന്ന് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് അതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ ആ ഒരു 15 മിനിറ്റിന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മീൻ അവിടെ ഇരിക്കട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നന്നായി നൈസായി അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാള ഇട്ട് കൊടുക്കാം. സവാളയൊന്ന് നന്നായി വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ നമുക്കിതൊന്ന് നന്നായി വഴന്ന് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് നന്നായി പഴുത്തിട്ടുള്ള ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം. ഇതും കൂടെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഇനി ഇതിലോട്ടാണ് നമ്മൾ ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ ഫിഷ് മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള എരിവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് കൊടുക്കുക. കൂടുതൽ മസാലപ്പൊടി ചേർത്തിട്ട് എടുക്കേണ്ട, മസാല ഏറി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം പാകത്തിന് ഉപ്പും ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു പാനിൽ തന്നെയാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആവോലി മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടെടുക്കാം. ഇനിയിപ്പോൾ ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എത്രയും കൂടുതൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മളിത് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാനൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ടെടുക്കുക. അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയല്ല, ഓയിലാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. കൂടുതൽ ഫ്ലെയിം കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് സാധാ മീൻ പൊരിക്കുന്നത് പോലെ തന്നെ നമുക്ക് പൊരിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഫിഷ് ഇവിടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ അത് കഴിക്കുകയും ചെയ്യാം. ഇത് മറ്റൊരു വിധത്തിലുള്ള ഒരു ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കണം. ഒരുപാടങ്ങ് മൊരിച്ചിട്ട് എടുക്കേണ്ട. ഒരു 1/4 വേവാവുന്നത് വരെ ഫിഷ് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി ഒരു 2-3 മിനിറ്റ് നമ്മളുടെ ഈ ഒരു മസാല അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ തൂവി കൊടുത്തുകൊണ്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ മസാലയ്ക്ക് ആ ഫിഷിലോട്ട് ഇറങ്ങി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ ലൈക്കും കൂടി ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക. ഫ്രണ്ട്സിനോ ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടിപൊളി വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഇത് ചോറിൻ്റെ കൂടെയോ വെള്ളപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്.